മാഡം നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഡൗട്ടുണ്ട്. അതായത് BNS വന്നതിന് ശേഷം കൗൺസിലിംഗ് കഴിഞ്ഞു. മീഡിയേഷൻ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞതിൽ വല്ല കുഴപ്പവും എന്റെ മ്യൂച്വൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതുവരെ അതിന്റെ ഫൈനൽ ഡിഗ്രി ലഭിച്ചിട്ടില്ല. വക്കീലിനോട് ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്നാണ് പറയുന്നത്. സ്വന്തമായി ആ പേപ്പർ കിട്ടാൻ എന്താണ് പ്രൊസീജിയർ? ചിലവ് എത്രയാണ്? ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് 4 മക്കളുണ്ട്. എന്റെ 2 മക്കൾ ഹസ്സിന്റെ അടുത്തും 2 മക്കൾ എന്റെ അടുത്തുമാണ്. എനിക്ക് ഹസ്സുമായിട്ട് യോജിച്ച് പോകാൻ കഴിയില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹായ് മാം. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ അതൊന്ന് വായിക്കാം. ഇതിൽ വന്നത് മാഡം നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഡൗട്ടുണ്ട്. അതായത് BNS വന്നതിന് ശേഷം കൗൺസിലിംഗ് കഴിഞ്ഞു. മീഡിയേഷൻ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞതിൽ വല്ല കുഴപ്പമൊന്നുമില്ല? മീഡിയേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ചാൻസ് ഉണ്ടെങ്കിലാണ് സാധാരണ മീഡിയേഷൻ ചെയ്ത്. മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം മീഡിയേഷൻ വേണോ വേണ്ടത്. കാരണം നമ്മൾ മീഡിയേഷന് ഒരു ഫോം ഫില്ല് ചെയ്ത് തന്നെ നമ്മൾ കക്ഷികളുടെയും വക്കീലന്മാരുടെയും ഒരു ആഗ്രഹപ്രകാരം ചെയ്യുന്ന മീഡിയേഷൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യുമ്പോഴാണ് മീഡിയേഷൻ സെൻറ്ററിലോട്ട് തന്നെ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു കുഴപ്പമായിട്ടൊന്നും കരുതണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കോടതിയുടെ മുമ്പേ നമ്മൾ മീഡിയേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ശ്രമം നടത്തിയിരുന്നു എന്ന്, അതായത് നമ്മളൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ നമ്മളൊരു മീഡിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന് പറയും. ഇന്ന് ഒരു ദോഷവശമുണ്ട്, ഒരു നല്ല വശമുണ്ട്. ഇത് ഞാൻ പറയുന്ന നല്ല വശം. കോടതിയുടെ മുമ്പ് ഞങ്ങൾ മീഡിയേഷനിൽ പോയി, എന്നാലും അവിടെയും നമുക്ക് സെറ്റിൽ ആവാൻ കഴിഞ്ഞില്ല. അത് കാരണമാണ് നമ്മൾ ട്രയലിലേക്ക് ഒരു കേസ് വരുന്നത്. എങ്ങനെയാ? ആദ്യം കൗൺസിലിംഗ് ഫെയിൽ ആകുമ്പോഴാണ് മീഡിയേഷൻ വരുന്നത്. മീഡിയേഷൻ ഫെയിൽ ആകുമ്പോഴാണ് ട്രയലിൽ വരുന്നത്. അപ്പം നമുക്ക് മീഡിയേഷൻ നമുക്ക് വേണ്ടാന്ന് വയ്ക്കുക. കൗൺസിലിംഗ് മസ്റ്റാണ് പ്രൊസീജിയർ പ്രകാരം. എന്നിട്ട് ആ ട്രയലിന് വരുന്ന സമയത്ത് നമുക്ക് കോടതിയുടെ മുമ്പ് മീഡിയേഷൻ ഫെയിൽ ആയിട്ടാണ് വരുന്നത്. നമ്മൾ കോടതിക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മീഡിയേഷനോടെ അത് നമ്മൾ ഒഴിവാക്കിയല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവാം. അത് ചിലപ്പോൾ വന്നിട്ട് കോടതിയുടെ മുമ്പേ കോടതിക്ക് ഇച്ചിരി പണി കൊടുത്ത പോലെയോ അല്ലെങ്കിൽ കോടതിയെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിച്ച പോലെയോ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ചിലപ്പം ഒരുപാട് ടൈം മീഡിയേഷൻ എടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീഡിയേഷൻ വേണ്ട എന്ന് പറയുന്നവരും ഉണ്ട്. അത് വ്യക്തിപരമായി ഒരിക്കലും ഒരു നിയമത്തിന് മുമ്പേ അതൊരു നമുക്ക് കേസിന് ദോഷം എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ മ്യൂച്വൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതുവരെ അതിന്റെ ഫൈനൽ ഡിഗ്രി ലഭിച്ചിട്ടില്ല. വക്കീലിനോട് ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്നാണ് പറയുന്നത്. സ്വന്തമായി ആ പേപ്പർ കിട്ടാൻ എന്താണ് പ്രൊസീജിയർ? ചിലവ് എത്രയാണ്? ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? 2 വർഷമായിരുന്നോ? 2 വർഷമായിട്ടും കിട്ടിയില്ല എന്നാണോ? 2 വർഷം എന്തായാലും എടുക്കില്ല ഉറപ്പായിട്ടും. പക്ഷെ ചിലപ്പം കോടതി വിധി പറഞ്ഞതിന് ശേഷം 2-3 മാസങ്ങൾ എടുക്കും ചിലപ്പം ജഡ്ജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. 2 വർഷമായിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസിന്റെ നമ്പറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടിട്ട്, അതായത് കോടതിയിൽ പോയിട്ട് നമ്മൾ പകർപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ ഇടണം. അത് അവിടെ നിന്ന് അപേക്ഷ ഇട്ടിട്ട് നമുക്ക് വാങ്ങാം. മനസ്സിലായില്ല? അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിഭാഷകന്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് അങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 2 വർഷത്തിന് എന്തായാലും കിട്ടേണ്ടതാണ്. അത് കിട്ടാനുള്ള അവകാശം ആ കക്ഷിക്കുണ്ട് താൻ. നമ്മുടെ ഒരു കേസ് നടത്തുന്ന അതിന്റെ വിധി കിട്ടാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിയെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് കോടതിയിൽ ആ കേസ് നമ്പർ വെച്ച് കോപ്പി ആപ്ലിക്കേഷൻ ഇടാൻ നോക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റ് ക്ലർക്കിന്റെ സഹായം തേടുക. അഡ്വക്കേറ്റ് ക്ലർക്കൊക്കെ ആകുമ്പോൾ അധികം സാമ്പത്തിക ഇതുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിന്റെ സഹായം തേടുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് 4 മക്കളുണ്ട്. എന്റെ 2 മക്കൾ ഹസ്സിന്റെ അടുത്തും 2 മക്കൾ എന്റെ അടുത്തുമാണ്. എനിക്ക് ഹസ്സുമായിട്ട് യോജിച്ച് പോകാൻ കഴിയില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബന്ധം വേർപെടുത്താനാണോ? ഇതിനകത്ത് രണ്ട് ചോദ്യം വരും. മനസ്സിലായില്ലേ? ഒന്നെന്ന് പറയുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്നത് വരും, കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയും വരും. ഇപ്പൊ രണ്ട് കുട്ടികൾ ഈ അമ്മയുടെ കസ്റ്റഡിയിലല്ല. അപ്പൊ കസ്റ്റഡിയൽ റൈറ്റ് എന്ന് പറയുന്നത് അച്ഛനായി കഴിഞ്ഞു. കസ്റ്റഡി എന്ന് പറയുമ്പോൾ കൈവശം വച്ചിരിക്കുന്നതിനാണ് കസ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ 2 കുട്ടികളുടെ കസ്റ്റഡി അച്ഛൻ്റെ അടുത്ത് ആയി കഴിഞ്ഞു. ഈ അമ്മയുടെ കയ്യിൽ 2 കുട്ടികളുടെ കസ്റ്റഡി ഉണ്ട് താനും. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം വേർപെടുത്തുന്നതിന് മുമ്പ് ആ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയും കൂടെ നമ്മുടെ കയ്യിലോട്ട് എത്തുക. അല്ലെങ്കിൽ കസ്റ്റഡിയുടെ പേരിൽ ഒരു ഫൈറ്റ് നടക്കും. അതെല്ലാം ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആദ്യം വേണ്ടത് എന്താ? ഇതൊരു വ്യക്തിപരമായ ഒരു തീരുമാനമാണ് ഡിവോഴ്സ്. അത് തീരുമാനിക്കുക. എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബന്ധം വേർപെടുത്താമോ? അങ്ങനെയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങൾ നോക്കുക. കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കസ്റ്റഡിയൽ റൈറ്റ് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടെമ്പററി കസ്റ്റഡി കൊടുക്കാം. ഒരു മ്യൂച്വലിന് വേണ്ടി ശ്രമിക്കാം.
ആദ്യം ഒന്ന് സൗഹാർദ്ദപരമായിട്ട് പിരിയാൻ നോക്കുക. അതിലൊരു ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആ 2 കുട്ടികളുടെ കസ്റ്റഡി നമ്മുടെ കയ്യിലായത് കാരണം മറ്റേ കസ്റ്റഡിക്ക് വേണ്ടി നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി നമുക്ക് എന്താ പറയുക ടെമ്പററി ആയിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഫൈറ്റിലേക്ക് പോയുണ്ട്. കുട്ടികൾ അവിടെയാണ്. പിന്നെ കുട്ടികൾ വേറെ, ഡിവോഴ്സ് വേറെ. ഇതെല്ലാം എല്ലാവരും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരും. രണ്ടിൻ്റെയും നിയമങ്ങളും വ്യത്യാസമാണ്. ഇപ്പം ഭർത്താവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റും. ആ കുട്ടികളെ കിട്ടണമെങ്കിൽ ഗാർഡിയൻ വാർഡ് ആക്ട് പ്രകാരം കസ്റ്റഡി ചോദിച്ചേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മാഡം ആൻസർ പറയുന്നതുമാണ്.